നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആ കുട്ടി നിന്റെ സ്റ്റാറ്റസിന് ചേരുന്നവളല്ലെന്ന് അവള് പറയുന്നത്. ആ കാര്യം എനിക്കും അറിയാം. നിനക്ക് വേണ്ടി നമ്മൾ കണ്ട പെൺകുട്ടി ഈ അമ്മയെ പോലെ തന്നെ ഒരു പിച്ചക്കാരി. അച്ഛൻ കേട്ടില്ലേ ഈ പാറു എന്തൊക്കെയാ പറയുന്നതെന്ന്? വസുന്ധര ഇടയ്ക്കിടയ്ക്ക് ഈ പേര് പറഞ്ഞിവളെ കുത്താറില്ലേ? ഈ കോംപ്ലക്സ് ഒരിക്കലും മാറാതിരിക്കുന്നത് അതുകൊണ്ടാ. അമ്മ അങ്ങനെ പറഞ്ഞു വെച്ച് പാറു പിച്ചക്കാരിയാവോ? പാറു ആരാണെന്ന് പാറുവിന് അറിയില്ലേ? അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. വലിയ ബിസിനസ്സുകാരനായ ഗോപിനാഥൻ മേനോന്റെ ഭാര്യയും യുവ സംരംഭകനുള്ള അവാർഡ് കിട്ടിയ ഗൗതം ഗോപിനാഥന്റെ അമ്മയുമാണ് പാറു. അതാര് വിചാരിച്ചാലും മാറ്റാൻ പറ്റുന്ന ഒന്നല്ല. പിന്നെ ഒരാളുടെ സ്ഥാനവും പദവിയും നിശ്ചയിക്കുന്നത് സ്വത്തിന്റെ കണക്കെടുത്തല്ല, മറ്റുള്ളവരോടുള്ള പെരുമാറ്റവും സ്നേഹവും കരുണയൊക്കെ കണക്കിലെടുത്ത. അത് വെച്ച് നോക്കിയാ എന്റെ പാറു ഈ ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരിയാ. ഇതൊക്കെ ഞാൻ 1000 വട്ടം പറഞ്ഞു കൊടുത്ത് മടുത്തതാ ഗൗതം. ദേ, പാറു ഇങ്ങനെ തുടങ്ങിയ എന്റെ പേരിലുള്ളത് മുഴുവനും ഞാൻ പാറുവിന്റെ പേരിൽ എഴുതി വെക്കും. അങ്ങനെയെങ്കിൽ ഈ വിഷമം ഒന്ന് മാറട്ടെ. എനിക്ക് സ്വത്തൊന്നും വേണ്ട. പിന്നെ എന്താ വേണ്ടത്? എന്റെ മോൻ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന പെൺകുട്ടിയെ പൊന്നുപോലെ നോക്കുവോ, അതോ അവള് പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയാണെന്ന് കരുതി അവഗണിക്കോ? നല്ല ചോദ്യം. ഞാനേ പാറുവിന്റെ മകനാ. ഓഫീസിൽ തൂപ്പ് ജോലിക്ക് വരുന്ന ആളുകളോട് പോലും അങ്ങേയറ്റം സ്നേഹത്തോടെ പെരുമാറുന്ന ആളാ ഈ ഞാൻ. ആ സ്ഥിതിക്ക് താലി കെട്ടി സ്വന്തമാക്കുന്നവളോട് ഞാൻ എങ്ങനെ പെരുമാറുമെന്നൊന്ന് ആലോചിച്ചു നോക്ക്. സഹജീവികളോടുള്ള നിന്റെ സ്നേഹവും കരുണയൊക്കെ എനിക്കറിയാം. പിന്നെന്താ പ്രശ്നം? അതല്ല ഗോപിയേട്ട, ആ പെൺകുട്ടി ഇങ്ങോട്ട് വരാൻ പോകുന്നത് ഇന്നലെ വരെ അവൾക്കുണ്ടായിരുന്നവരെ മുഴുവൻ വിട്ടിട്ട. ഇവര് സന്തോഷത്തോടെ ജീവിക്കണം. കല്യാണം കഴിഞ്ഞ് നിനക്ക് അവളെ യോജിച്ചതല്ലാന്ന് തോന്നിയ നീ അവളെ ഉപേക്ഷിച്ച് വേറെ വിവാഹം കഴിക്കോ? പറ. എനിക്ക് നിന്റെ നാവിൽ നിന്ന് ഉത്തരം കിട്ടണം. തിരിച്ചൊരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ. ആരെങ്കിലും പറഞ്ഞാൽ അച്ഛനെ ഉപേക്ഷിക്കാൻ പാറു തയ്യാറാവൂ? അങ്ങനെയൊരു ചിന്ത പോലും നിങ്ങൾക്ക് രണ്ടുപേർക്കും സഹിക്കില്ലെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെയായിരിക്കും എനിക്ക് എന്റെ ഭാര്യയും. ഭാര്യയും ഭർത്താവും എങ്ങനെ ജീവിക്കണമെന്ന് നിങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ചത്. നിങ്ങളെപ്പോലെ തന്നെ ഞാനും അവളും സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കും. ഇത് സത്യം. എനിക്കിത് കേട്ടാ മതി. എന്റെ സങ്കടമൊക്കെ മാറി മോനെ. എങ്കിൽ അവനവന്റെ ജോലി ചെയ്യട്ടെ. നമ്മൾ ഇനി ശല്യം ആവണ്ട. വാ. ശരി. ഹലോ ശിവാനി, ഞാൻ വന്നോണ്ടിരിക്കുക. മനുഷ്യനായാലേ കുറച്ച് പഞ്ച്വാലിറ്റി വേണം. ഞാൻ എത്ര നേരമായെന്നറിയോ റോഡിൽ വായി നോക്കി നിൽക്കുന്നേ. പതിവ് പോലെ നീ ലേറ്റ് ആവുമെന്നാ ഞാൻ കരുതിയത്. നിനക്ക് എന്തൊരു സീരിയസ്നെസ് ഇല്ലാത്ത? ഇന്ന് ഞാൻ പോകുന്നത് ഓഡീഷൻ അല്ല. ഡയറക്ടർ കിരൺ ദാസും അസിസ്റ്റന്റും ആഹാരം കഴിക്കുന്ന റെസ്റ്റോറന്റിൽ പോയാ നമുക്ക് അവരെ കാണാൻ പറ്റും. അതൊക്കെ എനിക്കറിയാം. കിരൺദാസിന്റെ പുതിയ പ്രൊഡ്യൂസറിന്റെ റെസ്റ്റോറന്റ് അത്. ഡിസ്കഷൻ നടക്കുന്നോണ്ട് അവിടുന്ന് അയാൾ 3 നേരം ആഹാരം കഴിക്കുന്നത്. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ടൈം മിസ്സായ ലഞ്ചിന് കണ്ടാ മതി എന്നാണോ നീ പറയുന്നേ? അങ്ങനെയല്ല, എന്നാലും നിനക്ക് എന്റെ കൂടെ വരാൻ പറ്റോ ഇല്ലയോ അത് പറ. പറ്റില്ലെങ്കിൽ ഞാൻ വേറെ ആളെ നോക്കിക്കോളാം. അയ്യോ വേണ്ട, ഞാൻ വരാം. എന്നെ വേഗം വാ. പുതിയ പ്രോജക്റ്റിൽ ഹീറോയിനെ ഫിക്സ് ചെയ്യുന്നതിന് മുന്നേ ചാടി വീഴണം. എന്റെ കഴിവുകൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ കഴിഞ്ഞാ എനിക്ക് പകരം സാർ വേറെ ആളെ നോക്കൂല. അത് ഉറപ്പല്ലേ? കഴിവിലും സൗന്ദര്യത്തിലും നിന്നെ വെല്ലാൻ ഇൻഡസ്ട്രിയിൽ ഒരാളും ഉണ്ടാവില്ല. തൃശ്ശയും നയൻതാരയൊക്കെ എനിക്ക് വെല്ലുവിളികളാ.
ആ എന്തായാലും നീ വേഗം വാ. ശരി. തൃശയും നയൻതാരെ ഓരോരോ തെറ്റിദ്ധാരണകളെ കണ്ടാലും മതി. എവിടെയെങ്കിലും ഇളനീര് കിട്ടുമെങ്കിൽ ഒന്ന് നിർത്തണേ. ശരി മേഡം. ഗൗതമിന്റെ അമ്മ. ഗൗതമിന്റെ ഭാര്യയായി കഴിഞ്ഞ സ്വന്തമായിട്ട് സിനിമ നിർമ്മിച്ച് അഭിനയിക്കാം. അതും പാൻ ഇന്ത്യൻ മൂവി. അമ്മേ. ആ ശിവാനി, ഇതൊരു സർപ്രൈസ് ആയല്ലോ. നിന്നെ ഞാൻ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അമ്മേ ഞാനിവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കരിക്ക് കുടിക്കുന്നോ? വേണ്ടമ്മേ, ഞാനേ 12 ദിവസത്തേക്ക് വ്രതം എടുത്തിരിക്കുക. പകൽ സമയത്ത് പച്ചവെള്ളം പോലും കുടിക്കില്ല. വൈകുന്നേരം ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന പടച്ചോറ് മാത്രമേ കഴിക്കൂ. നീ എന്തിനാ മോളെ ഇത്രയും കഠിനായിട്ടുള്ള വ്രതമൊക്കെ എടുക്കുന്നത്? നന്നായിട്ട് ആഹാരം കഴിക്കേണ്ട പ്രായമല്ലേ ഇത്? ഞാൻ ഇങ്ങനെ അമ്മേ, ഈശ്വര വിചാരം മാത്രമേ ഉള്ളൂ എപ്പോഴും. അതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്രയും നല്ലൊരു ഭർത്താവിനെയും അതിലും നല്ലൊരു അമ്മയും ദൈവം തന്നത്. നീയും എന്നെ പോലെ ഒരു ഭക്തയാണെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് മോളെ. സന്തോഷിക്കേണ്ടത് ഞാനല്ലേ അമ്മേ. ആ വീട്ടിലേക്ക് വന്നാലും എന്റെ ഈശ്വര ഭക്തി ഒരു തടസ്സമില്ലാതെ തുടരല്ലോ. എന്റെ ദേവി, നിന്റെ ലീലകളെ ഈ ഉള്ളവൾ വാഴ്ത്തുന്നു. എന്റെ മനസ്സ് നിറഞ്ഞു മോളെ. നമ്മൾ ഒരുപോലെ പ്രാർത്ഥിച്ച ഗൗതം ദീർഘായുസോടെ ഇരിക്കും. അവൻ കൂടുതൽ ഉയരത്തിലെത്തും. അമ്മ എന്നെ അനുഗ്രഹിക്കണം. എന്നെ ഒന്ന് വലിച്ചു പൊക്ക്. എന്റെ നടു വേദനിക്കുന്ന തള്ളേ. മോളെ അയ്യോ, എന്റെ അനുഗ്രഹം എപ്പോഴും നിനക്കുണ്ടായിരിക്കും മോളെ. അമ്മയെ പോലുള്ളവരുടെ അനുഗ്രഹം എന്റെ പുണ്യം. ശരി, നിന്നെ ഞാൻ വീട്ടിലേക്ക് വിടാം. വേണ്ടമ്മേ. വരൂ. വേണ്ടമ്മേ, ഞാന് അടുത്ത ക്ഷേത്രത്തിലേക്കുള്ള യാത്രയില്ല. എങ്കിൽ ഞാൻ നിന്നെ അവിടെ വിടാം. അരുതമ്മേ, അരുത്. എല്ലാ ക്ഷേത്രങ്ങളിലും നടന്നു തന്നെ പോണം. അതാണ് എന്റെ നേർച്ച അമ്മേ. എല്ലാം എന്റെ ഭർത്താവിന്റെ ദീർഘായുസിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ നന്മയ്ക്കും വേണ്ടിയാണമ്മേ. നിന്നെ പോലൊരു മരുമോളെ കിട്ടിയ ഞാൻ ഭാഗ്യവതിയാ. അമ്മയെ കിട്ടിയ ഞാൻ അതിലും ഭാഗ്യവതിയാ. അമ്മ യാത്ര തുടർന്നോളൂ. ഞാൻ ദേവീസ്തുതി ചൊല്ലി നടന്നോളാം. ശരി മോളെ. ശരി. കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. കാലുവാരി നിലത്തടിക്കും ഞാൻ. ഒരു ഭക്തമീര വന്നിരിക്കുന്നു.